യൂട്യൂബിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തോട്ട് വന്നേക്കണേ. ഇവിടെ സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ തുമ്പിച്ചാൽ എന്നാണ്. ഇവിടെ നല്ല താമരയും താമരക്കൂളവും നമ്മുടെ കുഞ്ഞി നമ്മുടെ പതിപ്പടയും ഇതിലിട്ട് മാങ്ങിയൊക്കെ ഉണ്ടാവും. നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം. ഇനി കാണിക്കാം. അപ്പം ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം പോകണത് തടാകത്തിലോട്ടാണ്. അച്ഛൻ വരെ പോയിട്ട് ഒരു റൗണ്ടൊക്കെ അടിച്ചിട്ട് നമ്മൾ ഈ പച്ചക്കടയിലോട്ട് വന്നിട്ട് ഇച്ചിരി സാധനങ്ങളൊക്കെ റിവ്യൂ ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് വഴി. ഫ്രണ്ട്സ്, നമ്മൾ തടാകത്തിലോട്ട് കയറിയൊക്കെയാണ്. ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആദ്യം താമര എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇങ്ങോട്ട് തിരിച്ച നമ്മുടെ താമരകളാണ്. ഫുള്ള് താമര ഫ്രണ്ട്സ്. താമരക്കുളത്തിൻ്റെ ചെടിയിലൊക്കെ ആമകളും കുഞ്ഞാമകളും നമ്മളിങ്ങനെ വേസ്റ്റ് കിട്ടും. അപ്പം അത് കഴിച്ച് ഹലോ ഗൈസ്, ദേ ചേച്ചി അനിയനും കൂടി ഇതേ പാലം കടക്കാൻ പോണേണ് തടാകത്തിൽ. നോക്കാം ആരാ ഉരുണ്ട് വീണേ നോക്കാം. ചെല്ലി നടക്ക്. നടന്നോ? അയ്യോ, എനിക്ക് പേടി. പാലം അത്ര ഉറപ്പല്ല. അടുത്ത വരുന്ന ഒരു പാലൊക്കെ ശരിയാ. ഹായ് ഗൈസ്, അതെ ഇത് എറണാകുളം ജില്ലയിൽ കീഴ്മാട് പഞ്ചായത്ത് എന്ന് പറയും. കീഴ്മാട് പഞ്ചായത്തിലെ 6ാം വാർഡിലാണ് ഈ തുമ്പിച്ചാൽ എന്ന് പറഞ്ഞ ഈ ചെറിയ കൊച്ചു ഗ്രാമമുള്ളത്. അവിടെ ഒരു ചെറിയൊരു തടാകം പോലത്തെ ഒരു സ്ഥലമുണ്ട്, ഒരു ചെക്ക് ഡാം പോലത്തെ. അപ്പോൾ ഇവിടെ ഒരു 11 കോടി ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. ഇത് ഒരു ബോട്ട് ഹൗസും ഇതൊക്കെ ആക്കാൻ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നടക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയും കുറച്ചും കൂടി നല്ല ഡെവലപ്പ് ആകും. ഇപ്പോൾ തന്നെ കടകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. ഹലോ, എവിടെ പോണ? അവിടേക്ക് ഇത് കഴിഞ്ഞ് വഴി കഴിഞ്ഞ്. കൂട്ടുകാരോട് എന്തെങ്കിലുമൊക്കെ പറ. വാ, അവിടെ ഫിഷിംഗ് ഉണ്ടോ? ഫിഷിംഗ് ഉണ്ടോ?
മാറണേ. വീഡിയോ ഒന്ന് ഒഴിഞ്ഞ് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. പിള്ളേര് നമുക്ക് നാളെ വീഡിയോയുടെ മുമ്പിൽ വരാം. പിള്ളേരെ പന്നീന്ന് വിളിച്ചു വീഡിയോ എടുത്തതിന്. അവർക്ക് ഉണ്ടാക്കി തരാം. നമ്മൾക്കൊന്ന് കാട്ടിൽ കൊണ്ടാക്കി തരാം. അത്രയ്ക്കും കൂടുതലാണ്. നീ അവിടെ പോണ ഇങ്ങോട്ട് വാ. ഇവിടെ കുറച്ചേരം നിന്നിട്ട് പോവാ. എന്നിട്ട് പോവാ അങ്ങോട്ട്. അപ്പൊ ഫ്രണ്ട്സ് നമ്മള് ബജ്ജിയൊക്കെ കഴിക്കാൻ പോവാണ്. അപ്പൊ ബജ്ജി ഉണ്ടാക്കാൻ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മള് ഇതാണ് താമര കുളം. ആമകളൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, താമര. അതെ ചേച്ചി ബജ്ജിയൊക്കെ കൊണ്ടുവന്നു ഗൈസ്. ബജ്ജി ഉണ്ടാക്കണം. കായ ബജ്ജി. അപ്പൊ നമ്മള് പഴത്തിന്റെ എന്തോ ഒരു ബജ്ജിയാണ്, കായ ബജ്ജിയാണ്. ഞാനിത് കഴിക്കാറില്ല. അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്. ചമ്മന്തി തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് നമ്മൾ തീരുമാനിച്ചത്. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ കായ ബജ്ജി വെച്ച് കഴിഞ്ഞു. നമ്മള് ഇനി കപ്പയും പൊട്ടി ഉണ്ടാക്കണ വീഡിയോ കാണിച്ചു തരാൻ പോവാണ്. അതായത് വീഡിയോ പോവാം. ഞങ്ങൾ തിന്നൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മള് അതിന്റെ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. നല്ല ടേസ്റ്റ് കൊടുക്കാൻ, നല്ല എരിവും പുളിയും കൂടി മിക്സ് ആയിട്ടാണ്. നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കണേന്ന് പോവാം. എരുപടി വിട്ടേപ്പില്ലാലോ. എനിക്കൊന്നും മനസ്സിലായില്ല, കേട്ടില്ല. അവിടെ പോയി പറ. ഗെറ്റ് റെഡി Abel and Luke. Get ready everybody and Abel and Luke. With Abel and Luke. Okay. Who's Luke? My brother. Huh? My brother. Oh. That's baby? Yes. Vaave.
കണ്ടിട്ട് ആരെങ്കിലും അങ്ങളുടെ കപ്പ ബിരിയാണി കഴിക്കാൻ വരുമോ? ഉറപ്പാണോ? പറഞ്ഞേക്ക് അങ്കളുടെ കടയിലോട്ട് കഴിക്കാൻ എല്ലാവരും അങ്കളുടെ കടയിലോട്ട് തുമ്പിച്ചാലിലോട്ട് വരണം. നല്ല ടേസ്റ്റുള്ള നല്ല ഫുഡൊക്കെ കിട്ടാറാണ്. നല്ല ഫുഡല്ല, കപ്പയും പൊട്ടിയും. കപ്പയും പൊട്ടിയും അതാണ് ഇവിടുത്തെ മെയിൻ സാധനം. ഇത്ര നാണം ഉണ്ടായിരുന്നു. ഇത് കൊണ്ടുപോ, അതുകൂടെ വെച്ചോ. അതിപ്പോ കൊണ്ടുപോണ്ട, അതിൻ്റെ സോസ് ഉണ്ട്. ഫ്രണ്ട്സ്, ഇതാണ് കപ്പയും പൊട്ടിയും. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി അടിപൊളി. അത് മമ്മി തരാട്ടെ വെച്ചത്. എരിവാണ് എരിവ്. എന്ത് വേണം? സവാള മതിയോ? എല്ലാരും പാടില്ല, കുഴപ്പമില്ല. അവള് കഴിക്കൂല. എരികൂടിപ്പോയി. എന്റെ കിടങ്ങിട്ട് വയ്യ. ഡാഡ് പോയി വെള്ളം എടുത്തിട്ട് വരാം. അപ്പൊ ഫ്രണ്ട്സ്, പറഞ്ഞ സാധനത്തില് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇച്ചിരി അറിയുള്ളൂ. ഞാൻ എഴുന്നിട്ട് കാറിന്റെ കാക്കൊക്കെ കൊണ്ട് ഇച്ചിരി വെള്ളം എടുത്തു. അതുമായി എരിവനിക്ക് ഞാൻ കഴിക്കാൻ പറ്റില്ല. മുക്കുറുത്തി കഴിക്കണവരും ഫ്രണ്ട്സ് കഴിച്ചോണ്ടിരിക്കാണ്. സോസും കൂടി കഴിച്ചാൽ നല്ല രസമാണ്. കപ്പലിന്റെ ഫ്രണ്ട്സ്, നല്ല എരിവുണ്ട്. നമുക്ക് ഇവരുടെ ഒരു ഹോം മെയ്ഡ് നല്ല അടിപൊളി പൈസ ഉണ്ട്. അതും കൂടി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് കാഞ്ഞൂറ് പള്ളിയിൽ ചെലുപ്പെങ്കിൽ പോവും. പെരുന്നാളാണ്. അപ്പം നമ്മൾ ഇന്ന് പോകണ്ട അവിടെ. അപ്പം നമുക്ക് പായസം ഒരെണ്ണം ഓർഡർ ചെയ്തിട്ട് വരാം. ഫ്രണ്ട്സ്, പാലട പായസമാണ്. നല്ല ടേസ്റ്റാണ്. ചൂടുണ്ട്. ഇപ്പം കൊണ്ടുവന്നുള്ളൂ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട്. കൊള്ളൂന്ന് ദൈവത്തിനറിയാം. ഒരു ലക്ഷമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കണക്കാട്ടും നല്ലതായിട്ട് ഇവരുണ്ടായിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ വന്ന് ഇവിടുത്തെ ഫുഡെല്ലാം ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല അടിപൊളി കിടക്കാച്ചി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണം. അറിയാതെ റിവ്യൂ ആയി പോയി ഫ്രണ്ട്സ്. നമ്മൾ പായസം കുടിച്ച് കഴിഞ്ഞിട്ട് ഫിഷിങ്ങിന് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഭക്ഷണ സാധനങ്ങളൊക്കെ വേസ്റ്റ് ഉണ്ടാവില്ല, നമ്മൾ തുപ്പിയിടുന്നതും അതൊക്കെ നമ്മുടെ ഒരു കുഞ്ഞാമ്മക്കുട്ടൻ
പിന്നെന്ത് അത് കാണിച്ചു തരാം. അവിടെയാണ് ഉള്ളിൽ അപ്പോൾ ഫ്രണ്ട്സ് അമ്മ നമ്മൾ ഇച്ചിരി പായസത്തിൻ്റെ വേസ്റ്റ് ഇടാം അത് ഇട്ട് കൊടുത്തപ്പോൾ താഴോട്ട് വേസ്റ്റ് പോയപ്പോൾ അതിൻ്റെ ഫോളോ ചെയ്ത് അത് കഴിക്കേണ്ടതായപ്പോൾ ഇപ്പോൾ കാണാനില്ല, താഴോട്ട് പോയിട്ടുണ്ടാവും. പിന്നെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഫിഷിങ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ അവിടെ ഫിഷിങ്ങിന് പോവാണ്. നല്ല രസമുണ്ട് താമരയൊക്കെ കാണാൻ. രാത്രി കുറേ പേര് ഫിഷിങ്ങിനും വന്നിട്ടുണ്ട്. പ്രാവൊക്കെ പറന്ന് നല്ല രസമുണ്ട് കാണാൻ, നല്ല രസമുണ്ട്. തുമ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റി സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കുറേ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ വയ്യാത്തവരുടെ ഇതൊക്കെയാണ്. ഇതൊക്കെ കഴിഞ്ഞ് പോകാത്തൊക്കെ ഇവിടെ ഒരു പാലമുണ്ട്. അവിടെ മമ്മിക്കും എല്ലാവർക്കും പേടിയ. ഞാൻ ഓടി നടന്നു പോകും. കാണിക്കാം. അപ്പം ഫ്രണ്ട്സ് ഞങ്ങൾ ഫിഷിങ്ങൊക്കെ കാണാൻ വന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സ്റ്റാറുണ്ട്. നേരത്തെ ഇവിടെ മുഴുവൻ സ്റ്റാർ നിറച്ചേക്കായിരുന്നു, കുഞ്ഞി സ്റ്റാറ്. അപ്പം സമയമല്ല ഇപ്പം നന്നായിട്ട് ഒന്നുമില്ല കഴിച്ച അവള് മുക്കറ് കുത്തണേന്ന് എല്ലാതൊക്കെ അടിച്ച് കയറ്റിയിട്ടേ നമുക്കിപ്പോൾ അനങ്ങാൻ പറ്റണില്ല. വീട്ടിൽ പോകണം, വ്ലോഗ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കാഞ്ഞൂറ് പള്ളിയിൽ ചിലപ്പോഴാണ് പോകുള്ളൂ. എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. എൻ്റെ ഈ നെഞ്ച് വരുന്ന അറിയോ. ഇനി ഡാഡ വോയിസ് ഓവർ തരും. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ ഫിഷിങ്ങൊക്കെ കണ്ടു. നമ്മൾ വീട്ടിലോട്ട് പോകണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടുള്ള ബെൽ ക്ലിക്ക് ചെയ്യണം. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഒന്ന് കാണണം. പിന്നെ അങ്കിളുടെ കടയിൽ എന്തായാലും കയറിയിട്ട് പോകണം. അപ്പം നമുക്ക് എല്ലാവർക്കും കെട്ടിട ഒരുപാട് വിത്ത്. പിന്നെ സൈഡിങ് ഓഫ്.